ഈ ഒരു വേദിയിൽ ഒരു എക്സൈറ്റ്മെന്റ് അളക്കുന്ന ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് കാണുക ഒരു പക്ഷേ എൻ്റെ ശരീരത്തിലല്ല, എൻ്റെ മനസ്സിലായിരിക്കുന്നത്. ഐ എം സോ എക്സൈറ്റഡ്. എങ്ങനെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഇതുപോലൊരു കോൺവെക്കേഷൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ എല്ലാവരും ഒരുമിച്ച് കൂടി ഇതിനെക്കുറിച്ച് ആലോചനകൾ ഉണ്ടായപ്പോൾ എല്ലാവരുടെയും വാക്കിൽ നിന്ന് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്: ഇത് കളറാവണം, സംഭവമാവണമെന്ന്. ഈ ഒരു പ്രൗഢഗംഭീരമായ സദസ്സ് ഞങ്ങളുടെ ആ ആഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന്റെ വളർച്ച, അല്ലെങ്കിൽ ഹാരിസൺ മില്ലർ എന്ന ക്രിട്ടിക്കൽ കെയർ ടീമിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് ഡോക്ടർ അസർ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് ഉടലെടുക്കുന്നത് ഹാരിസൺ മില്ലറിലൂടെ ആണെങ്കിൽ ഈ ഹാരിസൺ മില്ലർ ഉടലെടുക്കുന്നത് ഒരു കൂട്ടം ഡോക്ടർമാരുടെ, ഞാനും ഡോക്ടർ അസറും ഡോക്ടർ ജസ്ലിൻ, ഡോക്ടർ ഷഹാനയും ഡോക്ടർ ഫൗസും ചേർന്നിട്ടുള്ള ഒരു ടീമിൻ്റെ ഒരു മാറി ചിന്തിച്ചതിൻ്റെ ഫലമാണ്. ഞങ്ങളെല്ലാവരും പല ഹോസ്പിറ്റലുകളിൽ ക്രിട്ടിക്കൽ കെയറിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു. വളരെ കംഫർട്ടബിളായിട്ട് ആറക്ക ശമ്പളം നല്ല രീതിയിൽ വാങ്ങിക്കൊണ്ട് വളരെ സുഖലോലുപതയിൽ ജീവിച്ചിരുന്ന ഞങ്ങൾ, പക്ഷേ ഇത് പോരാ. ഡോക്ടർ അസർ പറഞ്ഞതുപോലെ ടൗണിലെ വലിയ ആശുപത്രികളിൽ മാത്രം കിട്ടുന്ന ക്രിട്ടിക്കൽ കെയർ പ്രിവിലേജസ് അത് പെരിഫറയിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും കിട്ടണം എന്ന ഒരു വാശിപ്പുറത്താണ് ഞങ്ങൾ ഹാരിസൺ മില്ലർ എന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്നാൽ ഡോക്ടർ അസർ പറഞ്ഞ പോലെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് ആയിരുന്നില്ല കിട്ടിയിരുന്നത്. എല്ലാവരും ഞങ്ങളോട് ചോദിക്കും, ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള ടൗണിലെ ഹോസ്പിറ്റലിൽ നിന്ന് പെരിഫറയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ത്രൈവ് ചെയ്യാന്ന്. പക്ഷേ ഡോക്ടർ അസർ പറഞ്ഞതുപോലെ ഞങ്ങളത് ത്രൈവ് ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ഇന്ന് 18ഓളം ഹോസ്പിറ്റലുകൾ ICU ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് അഭിമാനത്തോടു കൂടി ഞങ്ങൾ ഓർക്കുന്നു. പിന്നീട് അസർ പറഞ്ഞതുപോലെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൻ്റെ പടിപടിയായിട്ടുള്ള ഉയർച്ച എന്നത് ഞങ്ങൾ മാറി ചിന്തിച്ചതിനോടൊപ്പം തന്നെ ഞങ്ങൾ പിന്നീട് നടത്തിയ ഓരോ ഘട്ടത്തിലും നടത്തിയ ബ്രെയിൻ സ്റ്റോമിങ്, പിന്നെ കാലാകാലം ഓരോ അനുയോജ്യമായ കാലഘട്ടത്തിൽ ഞങ്ങൾ മാറ്റിയെടുത്ത ആ അപ്ഡേഷൻ കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഫീൽഡിൽ ഇത്രത്തോളം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ കോഴ്സ് ഇത്രയും വലിയൊരു കോൺവെക്കേഷൻ നടത്തുന്ന രീതിയിലേക്ക് ഞങ്ങൾ വളർന്നിട്ടുള്ളത് ഞങ്ങളുടെ പടിപടിയായിട്ടുള്ള ആ ഒരു ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ടും അപ്ഡേഷനും കൊണ്ടാണ്. ഈ അവസരത്തിൽ കോൺവെക്കേറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കൊരു ഉദാഹരണമായിട്ട് കാണിക്കാനുള്ളത് ഞങ്ങളെ തന്നെയാണ്. നിങ്ങളും മാറി ചിന്തിക്കണം. എല്ലാ കാലത്തും ഒരുപോലെ മാത്രം ചിന്തിച്ചാൽ ശരിയാവില്ല. നമ്മൾ ഇന്നെന്താണോ നാളെ അതാവാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ട് MD കഴിഞ്ഞ് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ വന്നപ്പോൾ എന്നോടൊരു ഡോക്ടർ ചോദിച്ചു, നിനക്ക് 5 വർഷങ്ങൾക്ക് ശേഷം എവിടെ ആയിരിക്കണം എന്നാണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചു. അന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. ഞാൻ സാർ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞാനൊരു എക്സാജറേഷനിൽ പറയല്ല, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, 5 കൊല്ലം കഴിയുമ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിലെ ICUയിലെ ഡ്യൂട്ടി എടുത്ത് ഈവൻ എന്നെക്കാളും ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങളുടെ അണ്ടറിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ 5 വർഷം കഴിയുമ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇത്രയും കാലം പഠിച്ചതിന് എന്താണ് കാര്യം എന്ന് ഞാൻ ആലോചിച്ചു. പിന്നീട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരുപാട് ചർച്ചകളിലൂടെയാണ് ഹാരിസൺ മില്ലർ എന്ന ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളും മാറി ചിന്തിക്കണം. മാറി ചിന്തിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങൾ എങ്ങനത്തെ സ്വപ്ന? ഉറക്കത്തിൽ കാണുന്ന സ്വപ്നമാണോ? ആണോ? അല്ല. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വപ്നം കാണണം. അത് സ്വപ്നം ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളല്ല, നിങ്ങളെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണണം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ തയ്യാറാണോ നിങ്ങൾ? ആണോ? യെസ്. സോ നിങ്ങൾ സ്വപ്നം കാണണം. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാനുള്ള കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും 6 പാക്ക് ആയിട്ട് മാറാമെന്നല്ലേ? 6 പാക്ക് ആയിട്ട് മാറുന്ന. അതെ,
പക്ഷേ അതിൻ്റെ സത്യം എന്താ പറഞ്ഞാൽ എല്ലാവരുടെ അബ്ഡമനും 6 പാക്കാണ്. എല്ലാവരുടെ വയറിലും 6 പാക്ക് ഉണ്ട്. റെക്ടസ് അബ്ഡമിനസ് എന്ന് പറഞ്ഞ ഒരു മസിലാണ്. അത് 6 പാക്കാണ് എല്ലാവർക്കും. എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും 6 പാക്കാണ്. പക്ഷേ അതിൻ്റെ മുകളിൽ മൂടിക്കിടക്കുന്ന ഒരു ആവശ്യമില്ലാത്ത ഒരു ഫാമിലി പാക്ക് നമ്മൾ ഓമനപ്പേരോട് വിളിക്കുന്ന ആ കൊഴുപ്പിനെ മാറ്റാൻ നമുക്ക് തയ്യാറായാൽ നമുക്ക് എല്ലാവർക്കും 6 പാക്ക് ആക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ മുകളിലായിട്ട് വരുന്ന നെഗറ്റീവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളെ റെസ്ട്രിക്റ്റ് ചെയ്ത് കളയരുത്. മഹാനായ പേർഷ്യൻ കവിയും തത്വചിന്തകനും സൂഫി വര്യനുമായിരുന്ന ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറഞ്ഞു, യു വർ ബോൺ വിത്ത് വിങ്സ്. നിങ്ങൾ ചിറകുകളോടുകൂടിയാണ് ജനിച്ചത്. ദെൻ വൈ യു പ്രിഫർ ടു ക്രോൾ? ദെൻ വൈ യു പ്രിഫർ ടു ക്രോൾ ഇൻ ലൈഫ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ എഴഞ്ഞു നീങ്ങാൻ തിരഞ്ഞെടുക്കുന്നത്? നിങ്ങളെല്ലാവരും ചിറകുകളുമായിട്ട് ഞാൻ ജനിച്ചിട്ടുള്ളത്. നിങ്ങൾ ഒരിക്കലും ഇഴഞ്ഞു നീങ്ങരുത്, പറന്ന് തന്നെ പൊങ്ങണം. നിങ്ങൾക്ക് ഞാൻ മുമ്പ് കണ്ടൊരു പരസ്യവാചകമുണ്ട്, ഓൺലി 2/3 ഓഫ് ദ വേൾഡ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ, റെസ്റ്റ് ഈസ് യുവേഴ്സ്. അതായത് ലോകത്തിൻ്റെ 2/3 ഭാഗം മാത്രമേ വെള്ളമുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങളുടേതാണെന്ന്. അതൊരു കാറിൻ്റെ പരസ്യമാണ്. കരയിലൂടെ മാത്രം ഓടുന്ന കാറിനാണ് 1/3 എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ 1/3 എന്നുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഭൂമി ഇത്രയും വിശാലമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് നേടുന്നത് വരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് സ്കൈ ഈസ് ദ ഓൺലി ലിമിറ്റ്. നിങ്ങൾക്ക് എന്തും നേടാൻ കഴിയും. എന്തും നേടാൻ കഴിയുന്ന നമ്മളുടെ സ്വപ്നങ്ങളെ പിൻപറ്റുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റിലായി കഴിഞ്ഞാൽ അവിടെ അങ്ങ് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നീങ്ങുക എന്നുള്ളത്. ഇപ്പോൾ ഫാമിലിയിൽ നല്ല ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ എന്തിന് ജോലിക്ക് പോകണം? ഞാൻ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ജോലിക്ക് എന്തിനു പോകണം? ഒരു ചെറിയ ശമ്പളം കിട്ടുന്ന ജോലിക്ക് എന്തിനു പോകണം? എൻ്റെ ഭർത്താവിന് നല്ല ജോലിയുണ്ട്, ഫാമിലിക്ക് നല്ല ജോലിയുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും നമ്മൾ ആലോചിക്കാൻ പാടില്ല. നമുക്ക് എല്ലാം കംഫർട്ടബിൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ, ഞാൻ ഏതോ മഹാന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയാണ്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴി തെറ്റാണ്. നിങ്ങൾ ഏതോ തെറ്റായ വഴിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ബേജാറാവണം. കാരണം എൻ്റെ ഈ വഴി ശരിയല്ല എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലത്താണ് നിങ്ങൾക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് ചെന്നെത്താനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുക. അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ കംഫർട്ടബിൾ ആവുന്നത്, അപ്പം കുറച്ചും കൂടെ അസ്വസ്ഥരാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് എന്ത് തന്നെ ആയാലും നേടിയെടുക്കുന്നതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ചെയ്യാതെ അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൊണ്ട് തോറ്റുപോയാലും നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഭയാനകമായിരിക്കും നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരുന്നാൽ. നിങ്ങൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനൊന്നും ട്രൈ ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ട്രൈ ചെയ്യുന്നതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രൈ കൊണ്ട് മാത്രമാണ് നമ്മൾ സക്സസ്സിലെത്തുന്നത്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നിനെ ഓർക്കണം, ഇന്നിനെ ബഹുമാനിക്കണം. ഇന്ന് നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ നിന്ന് തുടങ്ങണം. കാരണം ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് കഴിഞ്ഞ് എൻ്റെ മുമ്പിൽ വരുന്ന ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്? ഒരുപാട് ഓപ്ഷൻസ് കാണും. പക്ഷേ നമ്മളിങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യും. രാവിലെ 8 മുതൽ വൈകുന്നേരം 6 മണി വരെ ആണെങ്കിൽ ഞാൻ ജോലിക്ക് പോകില്ല. വൈകുന്നേരം 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമില്ലെങ്കിൽ ജോലിക്ക് പോകില്ല. 3/4 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ അവിടുന്ന് ജോലിക്ക് പോകില്ല. ഇങ്ങനെ ഒരുപാട് ചൂസി ആവാൻ നമുക്ക് പാടില്ല. കാരണം ഇന്ന് നമ്മൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏറ്റെടുത്തുകൊണ്ട് അതിൽ 100% അല്ലെങ്കിൽ 101% സിൻസിയർ എഫർട്ട് ഇട്ടാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിൽ ഹൈറ്റ്സിലെത്തൂ. ഇപ്പോൾ ഞാൻ ഫവാസ് സാറിനെ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയാം. അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിലെ മാളുകളുടെ രാജാവ് എന്ന ആ ഒരു സിംഹാസനത്തിൽ ഏറിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം
നേരം വെളുത്തപ്പോൾ ആയി മാറിയിട്ടുള്ളതല്ല. വളരെ ചെറിയ രീതിയിലുള്ള ജോലികളിൽ നിന്ന് പടിപടിയായിട്ട് വന്നിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത്. ഇന്ന് നമ്മളെ ഡോക്ടർ അസർ സാർ തന്നെ ഇലാനയൻ ഹോസ്പിറ്റലിൻ്റെ CEO ആയിട്ട് മാറി. അതെങ്ങനെയാണ് മാറിയത്? MD കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് അങ്ങനെ ആയതാണോ? അല്ല. ഹാരിസൺ മില്ലറിലൂടെ, ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിലൂടെ അദ്ദേഹം തെളിയിച്ച അദ്ദേഹത്തിൻ്റെ നേതൃപാഠവത്തിനുള്ള അംഗീകാരമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ ചാടി പിടിക്കണം, എന്നിട്ട് അവിടെ നിന്ന് പടിപടിയായിട്ട് കയറിപ്പോകണം. അല്ലാതെ നമ്മൾ വിചാരിച്ച ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി കിട്ടുന്നത് വരെ ഞാൻ ജോലിയിൽ പ്രവേശിക്കില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് പാടില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കരിയർ മാത്രം ഓറിയൻറ്റഡ് ആവരുത്. ഡോക്ടർ നിഫ പറഞ്ഞതുപോലെ നിങ്ങളുടെ എല്ലാം വിജയത്തിൻ്റെ പില്ലേഴ്സ് ഫാമിലിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഫാമിലിയോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളവരാണ്. ഫാമിലിയെ നിങ്ങൾ കൈവിടാൻ പാടില്ല. കാരണം അവരുടെ പ്രതീക്ഷ നിങ്ങളിലായിരുന്നു. അതുകൊണ്ട് ഫാമിലിയും നിങ്ങൾ ഒരേപോലെ കൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിന് ഒരുപാട് ഊർജ്ജം തന്നത് ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ വാക്കുകൾ തന്നെയായിരുന്നു. ഞങ്ങൾ പലപ്പോഴും വിദ്യാർത്ഥികളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തതെന്ന് പറയുമ്പം അവർ പറഞ്ഞു, ഒരു ജോലി കിട്ടാൻ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകാൻ. ഇതാണ് ഈ ഒരു ഉത്തരം. ഇത് ചോദിക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു ഉത്തരം. പക്ഷേ ഈ ഉത്തരം കിട്ടിയപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പ്രചോദനമായത്. ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ നൽകുന്ന ഈ ട്രെയിനിങ് കൊണ്ട് ഇവർക്ക് ആവശ്യമുള്ള ജോലി കിട്ടും, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടും. ആ ഒരു ഇസ്സത്ത് നമ്മൾ സമൂഹത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വർക്കിംഗ് ആണെന്നുള്ള ആ ഇസ്സത്ത് കിട്ടുമെന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിനെ ഇത്രയും വിപുലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഊർജ്ജം കിട്ടിയതും കോൺഫിഡൻസ് കിട്ടിയതും. നിങ്ങൾക്കറിയോ, ഈ ഓഡിയൻസിൽ കൂടിയിരിക്കുന്ന ഇന്ന് കോൺവെക്കേറ്റ് ചെയ്യപ്പെടുന്ന 3-ൽ 2 വിദ്യാർത്ഥികൾ ഇന്ന് ഓൾറെഡി പല ജോലികളിലും പ്രവേശിച്ചു കഴിഞ്ഞു. മറ്റൊരു കമ്പനിക്കും ഇതുപോലെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിൽ നിന്നുള്ള ട്രെയിനിങ് അത്രയ്ക്കും പവർഫുൾ ആണ്. ഞങ്ങളും ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടായതുകൊണ്ട് ഈ കുട്ടികളുടെ പെർഫോമൻസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇവർ വളരെ എക്സലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നവരാണെന്നാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രൊഫഷനോടുകൂടെ തന്നെ ഫാമിലി നോക്കണം. അതുപോലെ തന്നെ നിങ്ങളൊരു സാമൂഹ്യ ജീവി കൂടി ആവണം. റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു അല്ലേ, കേരള സാർ 100% ലിറ്ററസി സാർ, നമ്മളെ കളിയാക്കുന്ന ഒരു വീഡിയോ ഉണ്ടായി. കാരണം എന്താ, ആ ഇൻ്റർവ്യൂവിൽ വന്ന ആ ലേഡി അവരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് ഒന്നും ഒരു ബാധകമല്ല, പൊളിറ്റിക്സ് ഒരു മോശം കാരണമാണെന്നാണ് പറഞ്ഞത്. നമ്മളിൽ പല ആൾക്കാരും പറയും പൊളിറ്റീഷ്യൻസ് ഒക്കെ കറപ്റ്റഡ് ആണ്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കറപ്റ്റഡ് ആണെന്ന്. പക്ഷെ നമ്മൾ ഭരിക്കുന്നതാരാ? പൊളിറ്റീഷ്യൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആ പൊളിറ്റിക്സ് കറപ്റ്റഡ് ആവാതിരിക്കാൻ ആരാണ് ഉത്തരവാദി? നമ്മൾ വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ ബിസിനസ് അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിലും എല്ലാം ഇൻവോൾവ് ചെയ്യുന്ന സമയത്തും നിങ്ങളിൽ നിന്ന് പൊളിറ്റീഷ്യൻസ് ഉണ്ടായി വരണം. പൊളിറ്റീഷ്യൻസ് ഉണ്ടാവുക മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പൊളിറ്റിക്കൽ വ്യൂസ് ഉണ്ടാവണം. ഇവിടെ NRC വന്നാൽ, CA വന്നാൽ, നോട്ട് നിരോധിച്ചാൽ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വന്നാൽ, മതത്തിൻ്റെ പേരിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിക്കുന്ന നേതൃത്വങ്ങൾ വന്നാൽ അതിനെതിരെ ശക്തമായ ശബ്ദമുയർത്താനും കൂടെ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണെന്ന് പറയാൻ കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളുടെ എല്ലാവർക്കും പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടാവണം. അനീതി കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയ മഹാന്മാരൊന്നും ഇതുപോലെ ആയിരുന്നില്ല. അവർക്കാർക്കും ജീവൻ വരെ പണയം വെച്ച്, അവർക്ക് ജീവനിൽ അത്ര കൊതിയൊന്നും ഉണ്ടായിരുന്നില്ല. അവർ അനീതിക്കെതിരെ പോരാടിയവരാ. അവരുടെ പേരുകളാണ് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഈ ലോകം വിട്ടു കഴിയുമ്പോൾ നമ്മളെ ആരെങ്കിലും ഓർക്കുമോ? നമ്മളിങ്ങനെ എല്ലാ അനീതികൾക്കും മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളെ ആരും ഓർക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാം വേണം. കാരണം നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ വരും തലമുറ. നിങ്ങളുടെ ഉള്ളിലും പൊളിറ്റിക്സ് വേണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉണർത്തുകയാണ്. പലരും പറയാറുണ്ട് നമ്മുടെ ജീവിതം അത് നമ്മൾക്ക് മാത്രമാണെന്ന്, അല്ലേ? പല ആൾക്കാരും പറയും നമ്മുടെ ജീവിതം നമ്മളുടെ മാത്രമാണ്, നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. എന്നാൽ എനിക്ക് അങ്ങനെയല്ല പറയാനുള്ളത്. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളുടേത് മാത്രമല്ല കേട്ടോ. നമ്മളുടേത് മാത്രമല്ല നമ്മുടെ ജീവിതം. നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് നിങ്ങളെല്ലാ കുട്ടികളും
അഭിമാന പുരസ്സരമായിട്ട് കോൺവെക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുറകിൽ തിങ്ങിക്കൂടിയിരിക്കുന്ന നിങ്ങളുടെ പേരൻസിൻ്റെ അഭിമാനം അറിയോ? അവർക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ മറ്റു പലർക്കും വേണ്ടി ജീവിക്കാനും നമുക്കും കഴിയണം. കാരണം നമ്മുടെ ജീവിതം എന്നാൽ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. പല സ്വപ്നങ്ങളും നമുക്ക് സ്വന്തമായിട്ട് നേടാൻ കഴിയില്ലെങ്കിലും നമ്മളുടെ സ്വപ്നങ്ങൾ മറ്റുള്ളവരിലൂടെ നേടാൻ പറ്റും. എനിക്ക് സച്ചിൻ തെണ്ടുൽക്കർ പോലെ ആവണമെന്ന്, ഒരു ബാറ്റ്മാൻ ആവണമെന്ന് വിചാരിച്ചാൽ നടക്കോ? സച്ചിൻ വിരമിച്ച വയസ്സ് എനിക്കുമായി. പക്ഷേ എൻ്റെ അങ്ങനെ ഒരു സ്വപ്നമുണ്ടെങ്കിൽ എനിക്കത് സാക്ഷാത്കരിക്കാൻ കഴിയുക എൻ്റെ മകൻ രഹാനിലൂടെ അല്ലെങ്കിൽ എൻ്റെ മകൻ റൂമിയിലൂടെ ആയിരിക്കും. അതുപോലെ നിങ്ങളുടെ പേരൻസ് അവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയ പല സ്വപ്നങ്ങളും നിങ്ങളിലൂടെ സാക്ഷാത്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്കൊത്തും കൂടെ നിങ്ങൾ ഉയരണം. പല കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതം നമ്മളുടേത് മാത്രമാണ് എന്ന് കരുതരുത്. ഞാനൊരു ചെറിയ കഥ കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഞാനും ഡോക്ടർ അസറും ഡോക്ടർ വിനീതും ഒക്കെയുള്ള ടീം ഞങ്ങൾ ട്രക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. 2 വർഷം മുമ്പ് ഞങ്ങൾ ഹിമാലയം എവറസ്റ്റ് വരെ ട്രക്കിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ നാട്ടിൽ വന്നപ്പം എനിക്ക് ഈ ട്രക്കിംഗ് കുറച്ചും കൂടെ ഒരു ആവേശമായി. നാട്ടിലെ കുറേ ആൾക്കാരെയൊക്കെ കൂട്ടി ഞാനൊരു ട്രക്കിംഗ് ഒക്കെ അങ്ങനെ തുടങ്ങി. അങ്ങനെ റെയിൻ ഹൈക്കേഴ്സ് എന്നാണ് ഞങ്ങൾ പറയാം, മഴയിൽ നനഞ്ഞുകൊണ്ട് ട്രക്ക് ചെയ്യും. അപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ടൊരു ഹൈക്കിംഗ് ഒക്കെ ചെയ്ത് വീട്ടിൽ വളരെ തളർന്ന് ക്ഷീണിതനായിട്ട് ഞാൻ വന്നു. ആ തളർന്ന് ക്ഷീണിതനായിട്ട് വന്നപ്പോൾ നമ്മളെ യോദ്ധ സിനിമയിൽ കണ്ടിട്ടില്ലേ, ജഗതി വരുന്നത്, ദാ വന്നിരിക്കുന്നു എൻ്റെ മോഹൻ എന്ന് പറഞ്ഞിട്ട്, ആ രീതിയിലാണ് ഞാൻ എത്തിയത്. ആ സമയത്ത് ഞാൻ ഉമ്മയുടെ അടുത്ത്, അപ്പോൾ ഉമ്മ ചോദിച്ചു, മോനെ ഇന്ന് നിങ്ങൾ എവിടെ ട്രക്കിങ്ങിന് പോയത്? ഞാൻ പറഞ്ഞു, ഉമ്മ അത് ട്രക്കിംഗ് അല്ല, ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതലൊക്കെ പോകുന്ന സാധനത്തിനാണ്, ഇതിനെ ഹൈക്കിംഗ് എന്നാന്ന് പറയാം. നമ്മൾ കുറച്ചൊരു ഹൈപ്പൊക്കെ ആക്കിയിട്ട് പറഞ്ഞു. ആയിക്കോട്ടെ, ഇന്ന് എത്ര ദൂരം നടന്നു? 15 കിലോമീറ്റർ. 15 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര? ഞാൻ പറഞ്ഞു, ഈങ്ങാപ്പുഴന്ന് കൊടുവള്ളി വരെ പോകുന്നു. പടച്ചോനെ, അത്രയും നടന്നോ? നടന്നു. ഭയങ്കര ആവേശമായിട്ടോ. അപ്പം ഓക്കെ മോനെ എങ്ങോട്ടാ പോയത്? ഞാൻ പറഞ്ഞു കുളമലക്ക്. ഉമ്മ ചിരിച്ചു. ഉമ്മ ഭയങ്കര ചിരി. എന്താണെന്നറിയോ, ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് ഉമ്മ കൂലിപ്പണിക്ക് നടന്നു കയറിയിരുന്ന മലയാണ് കുളമല. ഞങ്ങളത് ഇന്ന് പ്രോട്ടീൻ ഫുഡും എനർജി ഡ്രിങ്കൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് ഒരു ദിവസം കയറിയപ്പോൾ ഞങ്ങൾ ഒരുപാട് തളർന്നു പോയി. അങ്ങനെ ഒരുപാട് വർഷങ്ങളോളം ഞങ്ങളെ വളർത്താൻ വേണ്ടി ഉമ്മ കൂലിപ്പണിക്ക് പോയിരുന്ന സ്ഥലമാണ് കുളമല. ഞാൻ 8 മാസം ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴും ആ കുളമലയിൽ ഇന്ന് ഉമ്മ പോയിട്ടുണ്ട്. ആ ഉമ്മ ഇന്ന് എൻ്റെ മുമ്പിൽ ഇതിവിടെ അഭിമാനത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. അന്ന് ഉമ്മക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരേ ഒരു കാര്യം എന്നാൽ ആ കൂലിപ്പണി ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അന്നത്തെ പ്രസിഡന്റിനോട് ഉമ്മ നീതി കാണിച്ചു, ആ ജോലി ചെയ്തു. എന്നാലും ഉമ്മക്ക് പ്രതീക്ഷകളുണ്ടായിരുന്നു, വരും കാലങ്ങളിൽ എൻ്റെ മക്കൾ വലുതാവുമെന്ന്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കോൺവെക്കേഷനിൽ ഇങ്ങനെ ഒരു ചെയർമാനായിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ഉമ്മയ്ക്ക് വേണ്ടി ജീവിച്ചതല്ല, ഉമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുപോലെയുള്ള പേരൻസ് അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നത്. ഇന്നത്തെ ഈ പരിപാടിയിലെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഉമ്മ, ഐ ലവ് യു. ഇതാണ് എൻ്റെ ഉമ്മ. എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വീടും ജീവിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ ജീവിതം ഒന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടി കൂടി ജീവിക്കുക. നിങ്ങൾ എന്തായാലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് കൂടുതൽ പറയാനില്ല. ഇന്ന് കോൺവെക്കേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ ഉമ്മയുടെ പേരിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.